ഡൽഹി മദ്യനയ കേസിൽ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി പദവിയിൽ തുടരണമോ എന്ന കാര്യത്തിൽ കെജ്രിവാൾ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കെജ്രിവാൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്. ഇപ്പോൾ വഹിക്കുന്ന പദവി തുടരണമോ എന്ന കാര്യത്തിൽ അദ്ദേഹം തന്നെയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദിവാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഈ നിരീക്ഷണം. കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കാൻ നിർദ്ദേശിക്കണമെന്നും എന്ന ആവശ്യവും നേരത്തെ സുപ്രീം കോടതിയിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിലുള്ള തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. കെജ്രിവാൾ ഏതാണ്ട് 90 ദിവസത്തോളമായി ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിലാണ് ജീവിക്കാനുള്ള അവകാശത്തിൻ്റെയും അതുപോലെ തന്നെ ഈ കേസിൽ വിശാല ബെഞ്ചിന് വിട്ട സാഹചര്യത്തിലും അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നതെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. വിശാല ബെഞ്ച് പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ അധികാരമാണ്. ഇഡിയുടെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജിയാണ് വിശാല ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വിട്ടത്. ആ ഹർജിയിൽ തന്നെ PMLA നിയമത്തിൻ്റെ 19-ാം വകുപ്പ് പ്രകാരം ഇഡിക്ക് അറസ്റ്റിനുള്ള അധികാരം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ് ഇനി വിശാല ബെഞ്ച് വാദം കേൾക്കുക. അതോടൊപ്പം തന്നെ ഒരാളെ ചോദ്യം ചെയ്തു എന്ന കാരണത്താൽ അറസ്റ്റ് അതിനൊരു കാരണമാകില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ ഇഡി രജിസ്റ്റർ ചെയ്ത കേസിൽ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ജയിൽ മോചനം വൈകും. കാരണം CBI രജിസ്റ്റർ ചെയ്ത കേസിൽ ഇതുവരെയും അദ്ദേഹത്തിന് ഈ ജാമ്യം ലഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട കേസ് വരും ദിവസങ്ങളിൽ കോടതികളുടെ പരിഗണനയ്ക്ക് വരും.